കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് വെട്ടേറ്റത്. 7 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനും ഈ ആക്രമണത്തിൽ പരിക്കുണ്ട്. കുടുംബവിരോധമാണ് ആക്രമണ കാരണം എന്ന് പോലീസ് പറയുന്നു. ഒരു നൂറുകണക്കിന് ആൾക്കാർ പൊങ്കാലയിട്ട് പൊങ്കാല നേദ്യവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയമാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിന് ഒരു 150 മീറ്റർ 200 മീറ്റർ കഷ്ടിച്ച് എൻ്റെ പെങ്ങളാണ്. ആ പെങ്ങളും അളിയനും പെങ്ങളുടെ മോനും മരുമോളും കൊച്ചു കുഞ്ഞും 6 മാസം തികഞ്ഞ കുഞ്ഞ് ഇപ്പോൾ ചോറ് കൊടുത്ത് 2 ആഴ്ച ആയതേ ഉള്ളൂ. അവർക്ക് എല്ലാവർക്കും നേരെ ആക്രമണമായിരുന്നു മൊത്തത്തിൽ വന്നത്. ഇപ്പം ദൈവാധീനം കൊണ്ട് ഇവർക്ക് 3 പേർക്കും വലിയ പേർക്ക് ആ കൊച്ചു താഴെ വീണ് കൊച്ചിൻ്റെ തലയെല്ലാം കൂടെ പ്രശ്നമായിട്ടിരിക്കും. ഇപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറയുന്നു മരുമോടെ. വെട്ടേറ്റ് കേൾക്കുന്ന 3 പേർ, സത്യന്, എൻ്റെ പെങ്ങൾക്കും അളിയനും മൂത്ത മകനും. അരുൺരാജ് വിവരങ്ങളും വച്ചിരുന്നു. അരുൺ, 7 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ പരിക്കേൽക്കുന്ന രീതിയിൽ 3 പേർക്ക് വെട്ടേൽക്കുന്ന രീതിയിൽ എന്താണ് കുടുംബ പ്രശ്നം? ഹാഷ്മി, ഈ അക്രമി എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായി ആ പ്രദേശത്ത് അക്രമം നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ നൽകുന്ന വിവരം. പോലീസുകാരിലടക്കം നിരവധി പരാതി പറഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാനോ ഇയാൾക്കെതിരെ നടപടിയെടുക്കാനോ പോലീസ് കൂട്ടാക്കുന്നില്ലെന്ന കടുത്ത വിമർശനം കൂടി ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കൊല്ലം പള്ളിക്കൽ മൈലം മാരിയമ്മൻ കോവിലിന്റെ പൊങ്കാല കഴിഞ്ഞ് ഈ കുടുംബം സഞ്ചരിക്കുന്നതിനിടയിൽ ഇവരുടെ മുമ്പിലേക്ക് ഈ അക്രമി എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാളുമായി വലിയ രീതിയിലുള്ള പ്രശ്നം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. തുടർന്ന് ഈ അക്രമി കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുടുംബത്തിലെ ആൾക്കാർക്ക് നേരെ തുടരെ വെട്ടുകയായിരുന്നു. അരുണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അരുണിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് 3 പേരുടെയും ആരോഗ്യത്തെ സംബന്ധിച്ച് കാര്യമായ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ 7 മാസം പ്രായമായ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അവസ്ഥ അത് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ല. ഈ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി അവർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബ വഴക്കാണ് എന്ന് പറയുന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ ക്രൈം വാർത്തകളില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, നാൾക്ക് നാൾ ആ ക്രൈം വാർത്തകളുടെ ആധിക്യം കാണുകയും ചെയ്യുകയാണ്.